കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം കെഎസ്ആർടിസി ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് കുടുങ്ങി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റാണ് കുടുങ്ങിയത്. കേച്ചേരിയിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളെല്ലാം ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബസിന്റെ റൈറ്റ് സൈഡിലെ ഫ്രണ്ടും ബാക്കും വീലുകൾ മുഴുവനായും റോഡിൽ താഴ്ന്ന നിലയിലാണ്. മുൻപ് ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കാന കീറി പൈപ്പിട്ട് മൂടിയതായിരുന്നു. അന്ന് മൂടിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് വീണ്ടും ആ കാന കോരി ലക്ഷങ്ങൾ ചെലവാക്കി. ഇപ്പോൾ റീസ്റ്റോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാനയിലാണ് ബുധനാഴ്ച ബസ് കുടുങ്ങിയത്. മുൻപ് മണ്ണിട്ട് മൂടിയ കാന കഴിഞ്ഞ മഴകളിലും വാഹനങ്ങൾ പോയും ഉറച്ചതായിരുന്നു. അതാണ് വീണ്ടും റീസ്റ്റോറിനു വേണ്ടി മാന്തിയിട്ടുള്ളത്. 9 കൊല്ലമായി തകർന്നു തരിപ്പണമായ റോഡ് നന്നാക്കുന്നതിനേക്കാൾ അധികാരികൾ മുൻതൂക്കം കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത് വെള്ളം കിട്ടാൻ സാധ്യത പോലുമില്ലാത്ത ജൽജീവൻ പദ്ധതിക്കാണെന്നും ഈ മേഖലയിൽ ആരും രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിൽ വലയുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി.